നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഇല്ലാതാക്കുന്ന അത്തരത്തിലുള്ള നയം സ്വീകരിക്കുന്ന ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച സർക്കാരാണ് ഇടത് സർക്കാർ. അതേ പാതയിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരും. സ്റ്റാലിന് ഹിന്ദുവെന്ന് കേട്ടാൽ തന്നെ ഹാലിടറും. ഹൈന്ദവമായ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരാളാണ് സ്റ്റാലിൻ, പിണറായി വിജയനെ പോലെ തന്നെ. ഇപ്പോൾ പഴനി ക്ഷേത്ര ഫണ്ടിലെ 162 കോടി കൊള്ളയടിക്കാൻ നടത്തിയ നീക്കമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അനധികൃതമായി ടെൻഡർ വിളിക്കാനുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കം ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേത്ര ഫണ്ടിൽ കൈയിട്ട് വാരാനുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കത്തിന് തടയിട്ടിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. പഴനിയിലെ ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ 162.54 കോടി രൂപ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാനുള്ള നീക്കമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് തടഞ്ഞത്. ഓർഡറുകൾ വിളിക്കുന്നത് അടിയന്തരമായി നിർത്തിവെച്ച് കോടതി ഉത്തരവിറക്കി. ക്ഷേത്ര ഫണ്ടിൽ നിന്നും 162.54 കോടി രൂപ 11 നിയമവിരുദ്ധ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കാനായിരുന്നു നീക്കം. ഇതിനെ എതിർത്ത് BJP പ്രവർത്തകനായ വിനോദ് രാഘവേന്ദ്രനാണ് മധുര ബെഞ്ചിന് മുമ്പാകെ റിട്ട് ഫയൽ ചെയ്തത്. ചട്ടലംഘനം നടത്തി ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്ന പഴനി ദേവസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ വിളിച്ച ടെൻഡറുകളിലെ വീഴ്ചകളും ലംഘനങ്ങളും ഹർജിക്കാരന്റെ അഭിഭാഷകനായ സുരേഷ് പളനിയപ്പൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എല്ലാ ടെൻഡർ ജോലികളും നിർത്തിവെച്ച് സ്റ്റാറ്റസ് കോ ഉത്തരവ് പുറപ്പെടുവിക്കുക മാത്രമല്ല, മദ്രാസ് ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് ശ്രീ ഭാരതിദാസിനെ കൊണ്ട് ടെൻഡർ കാര്യങ്ങൾ പരിശോധിക്കാനും ജൂൺ 6-നകം ഒരു പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാനും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു എന്നാണ് ഹിന്ദുമുന്നണി പങ്കുവച്ച എക്സ് പോസ്റ്റിൽ പറയുന്നത്. തന്റെ ഹിന്ദു വിരോധം മറച്ചുവെക്കാൻ സ്റ്റാലിൻ തന്റെ ഭരണത്തിന് കീഴിൽ 5000-ലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടുവെന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഭാഗത്തു നിന്നൊരു പൈസ പോലും സംഭാവനകൾ നൽകിയിട്ടില്ലെന്നും ഹിന്ദുമുന്നണി പ്രവർത്തകർ പറയുന്നു. മറിച്ച് പൊതുസംഭാവനകളും ക്ഷേത്ര ഫണ്ടുകളും ഉപയോഗിച്ചാണ് അവ നടത്തിയതെന്നും ഹിന്ദുമുന്നണി പറയുന്നു. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഉത്സവങ്ങളിലും ഉത്സവ ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത സ്റ്റാലിനും സഹപ്രവർത്തകരും കുംഭാഭിഷേകം ഉൾപ്പെടെയുള്ള ഹിന്ദു ക്ഷേത്ര ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നുവെന്നും ഹിന്ദുമുന്നണി പ്രവർത്തകർ പറയുന്നു. ഏതായാലും ഇപ്പോൾ ക്ഷേത്രത്തെ കൊള്ളയടിക്കാനുള്ള ഒരു നീക്കം ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സമാനമായ അവസ്ഥയാണ് പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായത്. ക്ഷേത്രാചാരങ്ങളെ തകർക്കുക മാത്രമല്ല, ശബരിമലയെ മുച്ചൂടും കൊള്ളയടിച്ചു. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതി ബെഞ്ചിലാണ് താനും. ഇതൊക്കെ നടക്കുമ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ ഹൈന്ദവരുടെ വോട്ടുകൾ തേടി ഹൈന്ദവരെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിണറായി വിജയനും കൂട്ടരും. പള്ളിയെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള മതവിഭാഗങ്ങളെയോ തൊടാൻ പേടിയുണ്ട് താനും. SDP-യുടെ വോട്ടിനു വേണ്ടി കാല് പിടിച്ച് കരയുന്ന നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത് SDP മതേതര പാർട്ടിയാണ് എന്നാണ്. കാല് പിടിക്കാൻ യാതൊരു മടിയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ തനിക്കാണ് പിന്തുണ എന്ന് അവിടെ പറഞ്ഞു വെക്കുകയായിരുന്നു ശിവൻകുട്ടി. നേമത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം ഇരു പാർട്ടിക്കും SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും PDP-യുടെയും ഒക്കെ വോട്ട് വേണം. BJP-യെ വർഗീയ കക്ഷിയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആചാരങ്ങളെ തച്ചു തകർക്കുന്ന ഈ കൂട്ടർ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും ഇല്ലാതാക്കി നശിപ്പിച്ച് ഹിന്ദുധർമ്മത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. പിണറായി വിജയന്റെ പാതയിൽ തന്നെയാണ് സ്റ്റാലിൻ എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. സ്റ്റാലിൻ ക്രൈസ്തവ മതവിശ്വാസിയാണ് എന്ന് മാത്രം. പിണറായി വിജയൻ ഹിന്ദുമതത്തെ നശിപ്പിക്കുന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ ഹിന്ദുമത വിശ്വാസിയാണ്. സ്റ്റാലിൻ നേരെ തിരിച്ചാണ് എന്ന ഒരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. ഏതായാലും സ്റ്റാലിന്റെ നീക്കം അത്ര കണ്ട് ഫലപ്രദമായില്ല. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ കോടതി തടഞ്ഞില്ല. ഏതായാലും ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് കോടതികളാണ്. ആകെ ഹൈന്ദവർക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് ഇപ്പോൾ കോടതി വിധികളാണ്, കോടതിയിൽ നിന്നുള്ള നീതിയെയാണ്.